ഇന്ന് നമുക്ക് മൂന്ന് ഫ്ലേവറിലുള്ള കേക്കുകളായിരുന്നു കേട്ടോ. ഒരു നട്ടി ബബിളും അതുപോലെ ചോക്കോ ബട്ടർ സ്കോച്ചും പിന്നെ ഒരു ബ്ലാക്ക് ഫോറസ്റ്റും. അപ്പോൾ ചോക്കോ ബട്ടർ സ്കോച്ചിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഓൾറെഡി നമ്മൾ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ഈ ഒരു നട്ടി ബബിളിൻ്റെ വീഡിയോ ഒന്ന് കാണിക്കാമെന്ന് കരുതി. അപ്പോൾ സ്പഞ്ച് വെച്ചിട്ട് ഞാനൊന്ന് വെറ്റ് ചെയ്തിട്ടോ. വെറ്റ് ചെയ്യാനായിട്ട് മിൽക്ക് മെയ്ഡ്, പാല്, അതുപോലെ അതിനകത്തേക്ക് കുറച്ച് ബൂസ്റ്റ് കൂടി ഇട്ടിട്ടാണ് നമ്മൾ വെറ്റ് ചെയ്യാനായിട്ട് എടുത്തത്. എന്നിട്ട് നമ്മൾ ക്രീം അപ്ലൈ ചെയ്തിട്ടോ. ക്രീമിലും കുറച്ച് ബൂസ്റ്റൊക്കെ ആഡ് ചെയ്തു. അതിനുശേഷം നമ്മൾ അതിൻ്റെ മേലിൽ കുറച്ച് ബൂസ്റ്റ് ഇട്ടിട്ട് ഇതുപോലെ നട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നട്ട്സ് ഇടുമ്പോൾ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് ഇടാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോഴാണ് കുറച്ചും കൂടി ടേസ്റ്റ് വരിക. പിന്നെ നമ്മുടെ വൈറ്റ് ചോക്ലേറ്റ് ചിപ്സും അതുപോലെ തന്നെ ഡാർക്ക് ചോക്ലേറ്റ് ചിപ്സും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ മേളിലേക്ക് വൈറ്റ് ഗനാഷും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് ഇല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്ത് കൊടുക്കാം, എന്തായാലും മതി കേട്ടോ. അപ്പോൾ അടുത്ത സെക്കൻഡ് ലെയർ വെച്ചിട്ട് നമ്മൾ സെയിം പ്രോസസ്സ് തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ശരിക്കും ഈ ഒരു കേക്കിൻ്റെ ഏറ്റവും കൂടുതൽ ടേസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു നട്ട്സാണ് കേട്ടോ. അപ്പം നട്ട്സിൽ നമ്മൾ ഒരു കാരണവശാലും പിശുക്ക് കാണിക്കരുത്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ രണ്ടാമത്തെ ലെയർ ഫിനിഷ് ചെയ്തിട്ട് ഫൈനൽ ലെയർ വെച്ചിട്ട് ഒന്ന് വെറ്റ് ചെയ്തിട്ടോ. ഇനി ഇത് ക്രം കോട്ട് ചെയ്തിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് ഒന്ന് സെറ്റ് ചെയ്തെടുത്തതിന് ശേഷം ഫൈനൽ കോട്ട് ചെയ്യാം. ഫൈനൽ കോട്ട് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഞാൻ കാണിക്കുന്നില്ല കേട്ടോ. ഇനി നമുക്ക് ഈ കേക്ക് ഒന്ന് ഡിസൈൻ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു മോഡൽ കഴിഞ്ഞ ദിവസം നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടതാണ്. സാധാരണ നമ്മൾ വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് വെച്ചിട്ടാണ് ഇതേപോലെ ബബിൾ ചെയ്യാറുള്ളത്. അപ്പോൾ ഈ പ്രാവശ്യം ഈ ഒരു വിപ്പിംഗ് ക്രീം വെച്ചിട്ട് ഒന്ന് ചെയ്തു നോക്കാമെന്ന് കരുതിയിട്ടോ. ശരിക്കും എനിക്ക് ഫീൽ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൈറ്റ് ചോക്ലേറ്റ് ഗനാഷിനേലും കുറച്ചും കൂടി ഒരു ബബിളി ടെക്സ്ചർ നമുക്ക് വിപ്പിംഗ് ക്രീമിൽ കിട്ടുന്നതായിട്ട് തോന്നിയിട്ടോ. അങ്ങനെയുള്ളവർ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഒരു ബബിളൊക്കെ കൊടുത്തതിന് ശേഷം ഇതുപോലെ ബൂസ്റ്റ് ഒന്ന് വെച്ച് കവർ ചെയ്യുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ വൈറ്റ് ചോക്ലേറ്റ് ഗനാഷാണ് കേട്ടോ കൊടുക്കുന്നത്. അതിന് നിർബന്ധമൊന്നുമില്ല, പിന്നെ ഒരു ഭംഗിക്ക് വേണ്ടി കൊടുക്കുന്നുള്ളൂ. പിന്നെ ഇത്തിരി ചൂട് കൂടുതലായത് കാരണം ചോക്ലേറ്റ് ഒക്കെ ഒന്ന് പയ്യെ മെൽറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ പേരൊക്കെ എഴുതി കേക്ക് റെഡിയാക്കി കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ 3 ക്രീമും ചെയ്യാനായിട്ട് ഞാൻ ഈ ഒരു ക്യാമറയുടെ വിപ്പിംഗ് ക്രീമാട്ടോ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മുടെ ഫിയോണയുടെ തന്നെ സെയിം റേറ്റ് ആണ് വരുന്നത്. നല്ല അടിപൊളി ക്രീമാണ് കേട്ടോ. ടേസ്റ്റ് വൈസ് ആണെന്നുണ്ടെങ്കിലും ടെക്സ്ചർ വൈസ് ആണെന്നുണ്ടെങ്കിലും നല്ല സ്മൂത്ത് ആയിട്ടുള്ളൊരു ടെക്സ്ചർ ആയിരുന്നു. അപ്പോൾ യൂസ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് യൂസ് ചെയ്ത് നോക്കാം കേട്ടോ. എനിക്ക് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റും ആണ് കേട്ടോ ഈ ക്രീമിന്. ഇതിൻ്റെ ഒരു സ്മൂത്ത്നെസ് ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റുമല്ലേ. അപ്പോൾ എന്തായാലും ഒന്ന് യൂസ് ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കാം കേട്ടോ. പിന്നെ ഉണ്ടായിരുന്നത് ഈ ഒരു കേക്കാണ്. ഇതാണ് നമ്മുടെ ബ്ലാക്ക് ഫോറസ്റ്റ് കേട്ടോ. ഇത് സ്ക്വയർ ഷേപ്പിൽ നമ്മൾ ബേക്ക് ചെയ്തെടുത്തിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് റെക്റ്റാങ്കിൾ ഷേപ്പ് ആക്കിയതാണ്. പിന്നെ ഒരു ബാപ്റ്റിസത്തിന് വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. പ്രത്യേകിച്ച് മോഡലും ഡിസൈനൊന്നും തരാതിരുന്നാലും ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് തന്നെ എടുത്തിട്ടു. പിന്നെ അതേ നമ്മളുടെ നോസിൽ ഡിസൈനൊക്കെ കൊടുത്തതിന് ശേഷം എൻ്റെ കയ്യിൽ ഒരു സ്റ്റിക്കർ ഉണ്ടായിരുന്നു കേട്ടോ. ആ സ്റ്റിക്കറും കൂടി ഇതിൻ്റെ മേലിൽ വെച്ചിട്ട് ബാപ്റ്റീസും കൂടി പേരൊക്കെ എഴുതി നമ്മളിതേ കുറച്ച് ഷുഗർ ബീഡ്സ് ഒക്കെ ഇട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ മൂന്നാമത്തെ കേക്കിൻ്റെ വീഡിയോ എടുക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ അതിൻ്റെ ഫോട്ടോ മാത്രമേ ഞാനിവിടെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഏത് കേക്കാണ് ഇഷ്ടമായെന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ടാറ്റാ.